ചെറുപ്പക്കാരനോ? ഏത് ചെറുപ്പക്കാരൻ? നീ എന്തൊക്കെയായി പറയുന്നത്? അത് അവളുടെ ചേട്ടനോ മറ്റോ ആയിരിക്കും. തൻ്റെ സുഹൃത്തായ അനിരുദ്ധനുമായുള്ള സംഭാഷണത്തിലായിരുന്നു അംബരീഷ്. അനിരുദ്ധും വേറൊരു സുഹൃത്തും കൂടി ഫ്ലവർ ഷോയിലെ ഒരു സ്റ്റാളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ദേവിയെ ഒരു ചെറുപ്പക്കാരനൊപ്പം കണ്ട കാര്യം അവനെ വിളിച്ച് പറയുകയായിരുന്നു അനിരുദ്ധ്. നീയൊരു കാര്യം ചെയ്യേ, അയാളുടെ ഫോട്ടോ എനിക്കൊന്ന് അയച്ചുതാ, ഞാനൊന്ന് നോക്കട്ടെ. കാര്യം അവരോട് ദേവിയോടൊപ്പം കണ്ടത് അവളുടെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അനിരുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തൊട്ട് അമ്പിയാകെ വെപ്രാളത്തിലായി. എന്താ അമ്പി, എന്താ പ്രശ്നം? അവൻ്റെ വെപ്രാളവും പരവേശവും കണ്ട് അവിടേക്ക് വന്ന ചന്ദ്രൻ ചോദിച്ചു. ഒന്നുമില്ല അച്ഛാ, അനിരുദ്ധനാ വിളിച്ചത്. ദേവിയെ എവിടെയോ വെച്ച് കണ്ടെന്ന്. അതിനെന്താ കുഴപ്പം? അവളുടെ ഒപ്പം ഏതോ ചെറുപ്പക്കാരൻ കൂടി ഉണ്ടായിരുന്നു എന്നാ അവൻ പറയുന്നത്. ദർശനെ അവർ കണ്ടിട്ടുണ്ട്. ദർശനല്ലെന്നാ അവർ പറയുന്നത്. അത് അവളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും. വീട്ടിലിരിപ്പായതുകൊണ്ട് അവൾക്ക് ഫ്ലവേഴ്സൊക്കെ വലിയ ഇഷ്ടമല്ലേ, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോയതായിരിക്കും അവളെ. അപ്പോഴേക്കും അവൻ്റെ ഫോണിൽ അനിരുദ്ധ് അയച്ച ഫോട്ടോസ് വന്നിരുന്നു. ഫോട്ടോസ് കണ്ടവൻ ഒരു പകപ്പോടെ രാമചന്ദ്രനെ നോക്കി. ഇതവരുടെ ബന്ധുവൊന്നല്ല അച്ഛാ. എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ അനിരുദ്ധനെ ഒന്ന് വിളിക്കട്ടെ. പിന്നെ തൽക്കാലം ഇത് നിയമോളെ അറിയിക്കണ്ട. കീയുമായി പുറത്തേക്കിറങ്ങുന്നതിന് മുൻപായി അവൻ കൂട്ടിച്ചേർത്തു. ഹായ് ദർശൻ. തൻ്റെ അടുത്തേക്കായി നടന്നു വരുന്ന വിരയിനൊപ്പം വേദികയും അപ്പോഴാണ് ദർശനെ കാണുന്നത്. മനോഹരമായി അവരെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു. വിരയനും തിരിച്ചൊരു ചിരി അവന് സമ്മാനിച്ചു. എന്നാൽ വേദിക കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അന്നേരവും. അഭിരാമിയുടെ കയ്യിലായി മുറുകെ പിടിച്ചു നിൽക്കുന്ന ദർശൻ. പുഞ്ചിരിയോടെ ആർക്കോ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച അത് കണ്ട് ആകെ പിടിവിട്ടു നിൽക്കുകയായിരുന്നു അവൾ. എന്തായി, അച്ഛമ്മ ഓക്കെയല്ലേ? ദർശൻ ചോദിച്ചു. ആള് ഡിസ്ചാർജ് ചെയ്തപ്പോൾ തന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ 2 ദിവസം ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണമെന്നൊരു വാശി. അതാ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത്. അത് നന്നായി. നാട്ടിലേക്ക് കൊച്ചുമക്കൾ വന്നിട്ട് അച്ചമ്മയ്ക്ക് നേരാവണ്ണം കാണാൻ പോലും പറ്റിയില്ലല്ലോ. ഇപ്പോൾ ആ കുറവുകൾ തീർന്നില്ലേ? ആ, അല്ലെങ്കിലും അച്ചമ്മയുടെ ഒപ്പം ഞങ്ങൾ വളരെ കുറച്ചേ നിന്നിട്ടുള്ളൂ. കൂടുതലും ചെന്നൈയിൽ തന്നെയായിരുന്നല്ലോ. പിന്നെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ അമ്മയുടെ വീട്ടിലാണ് കൂടുതലും നിൽക്കാറ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് അച്ഛൻ അച്ചമ്മയുടെ വീട്ടിൽ തന്നെ നിൽക്കാൻ നിർബന്ധം പിടിച്ചത്. അതിനു മറുപടിയായി ദർശൻ ചിരിച്ചെങ്കിലും അവൻ്റെ നോട്ടം വേദികയിലേക്കായിരുന്നു. അവളുടെ മുഖത്ത് എന്തോ ഒരു വാട്ടം പോലെ അവന് തോന്നി. എന്നാൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് അവൻ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. വിരയൻ ആദ്യമായിട്ടല്ലേ ഓഫീസിലേക്ക്? കമോൺ. സോറി, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് അഭിരാമി, ഇവിടുത്തെ സ്റ്റാഫ്. അഭിരാമി, ഇത് വിരയൻ, വേദികയുടെ ബ്രദറാണ്. ഓ അഭിരാമി, ചെന്നൈ തൊട്ട് കേൾക്കുകയാണ് ഈ പേര്. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയല്ലോ. ഹായ് അഭിരാമി. ഏതാണ്ട് തൻ്റെ പോലെ തന്നെയുള്ള സ്വഭാവമാണ് അഭിരാമിയുടേതെന്ന് അന്നത്തെ ആ ഫോൺ കോൾ കൊണ്ട് തന്നെ അവന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൗഹാർദ്ദമായിട്ടാണ് അവൻ അവളോട് സംസാരിച്ചത്. ഹായ്. അവളും വളരെ സ്നേഹത്തോടെ തന്നെയാണ് അവനോടും പെരുമാറിയത്. ശ്രുതി പറഞ്ഞ് അവൻ്റെ സ്വഭാവം വേദികയുടേത് പോലെയല്ലെന്നും ആള് നല്ല കൂളാണെന്നും അവൾക്കറിയാമായിരുന്നു. ഇന്നലെ അച്ഛനൊരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളിവിടെ സ്റ്റാഫിനു വേണ്ടി ഫ്ലാറ്റൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. ശരിയാണോ അത്? അങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ സ്റ്റാഫിന് ഫ്ലാറ്റൊക്കെ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ കമ്പനിക്ക് അതൊരു നഷ്ടമല്ലേ? ദർശൻ്റെ ക്യാബിനിൽ അവൻ്റെ ഒപ്പം ഇരുന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയായിരുന്നു വിരയനും വേദികയും. കൂടെ ശ്രുതിയുമുണ്ട്. ആഹാ, അങ്കിൾ അതൊക്കെ പറഞ്ഞോ? അതങ്ങനെയല്ല, ഫ്രീ ആയിട്ടല്ല. വർഷങ്ങളായി ഇവിടെയുള്ള സ്റ്റാഫാണ് രമേശ് അങ്കിൾ, ശ്രുതിയുടെ അച്ഛൻ. 3 വർഷം മുൻപ് ആള് ഹൗസിംഗ് ലോണിന് വേണ്ടി ഒരുപാട് ബാങ്കിലൊക്കെ കയറിയിറങ്ങുന്നതായി പറഞ്ഞു കേട്ടിരുന്നു. ഞങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ ലോൺ കൊടുക്കുന്ന പരിപാടികളൊന്നുമില്ല. അപ്പോളാ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ആലോചന വന്നത്. സ്ഥലവും നിങ്ങൾ തന്നെയാ പ്രൊവൈഡ് ചെയ്തതെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എന്തെങ്കിലും അവനോട് ചോദിക്കണ്ടേ എന്ന് കരുതി വേദിക ചോദിച്ചു. ഇവിടെ സ്ഥലത്തിനൊന്നും വലിയ വിലയില്ലായിരുന്ന കാലത്ത് അച്ഛൻ വാങ്ങിയിട്ടതായിരുന്നു ആ സ്ഥലം. ഒരു 25ഓളം വരും. അവിടെയാണ് ഈ പറഞ്ഞ ഫ്ലാറ്റ്. ആക്ച്വലി അത് ഫ്ലാറ്റല്ല. രമേശ് അങ്കിളിനും പിന്നെ അതുപോലെ തന്നെ 3-4 സ്റ്റാഫിനും ലോൺ വഴി വീട് ആവശ്യമായിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാനാണ് അവരോട് പറഞ്ഞത്. സ്ഥലത്തിനും വീടിനുമായി ഒരു തുക നിശ്ചയിച്ച് 3 സെൻറ്റ് ഭൂമിയിൽ ചെറിയ രീതിയിൽ ഒരു വീട് പണിത് അവർക്ക് നൽകാമെന്ന്.
ഭൂമിയുടെ ഇന്നത്തെ വിലയൊന്നും നോക്കിയില്ലെങ്കിലും വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ വില ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശമ്പളത്തിൽ നിന്ന് പിടിക്കാമെന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞു. കാര്യം അവതരിപ്പിച്ചപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം പൂർണ്ണ സമ്മതം. സ്ഥലം മുത്തശ്ശൻ്റെ ആയതുകൊണ്ട് ആളോടാണ് ആദ്യം കാര്യം പറഞ്ഞത്. അപ്പോൾ മുത്തശ്ശനാണ് വേറൊരു ഐഡിയ കൂടി പറഞ്ഞത്. അവർക്കുള്ള സ്ഥലം കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും 10 സെൻറ്റ് സ്ഥലം ബാക്കിയുണ്ട്. അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ കെട്ടിയാൽ ഇവിടെ ദൂരെ നിന്ന് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് തൽക്കാലത്തേക്ക് താമസ സൗകര്യം ഒരുക്കാം, വാടക ഒന്നുമില്ലാതെ. മാത്രമല്ല പിന്നീടത് നമുക്ക് ഉപകാരപ്പെടുമല്ലോ. അവിടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ബാച്ചിലേഴ്സാണ് ഫ്ലാറ്റ് എന്നൊക്കെ അതിനെ വിളിക്കാൻ തുടങ്ങിയത്. തൊട്ടടുത്ത് തന്നെ ഓഫീസിലെ സ്റ്റാഫുകളുള്ളത് കൊണ്ട് പെൺകുട്ടികൾക്ക് ഹോസ്റ്റലിലേക്കൊന്നും പോയി നിൽക്കേണ്ടല്ലോ, ഒരു സുരക്ഷിതത്വം തോന്നുമല്ലോ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദർശന് ഇമ്മീഡിയറ്റ് ആയിട്ട് സൈറ്റിലേക്ക് പോകാനൊരു കോള് വന്നത്. സ്വാതിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് ശ്രുതിയോട് കൂടി അവരെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ദർശൻ അങ്ങോട്ടേക്ക് പോയി. സ്വാതി എവിടെയാ താമസം? സംസാരിച്ചു തുടങ്ങുവാനായി വിരയൻ ചോദിച്ചു. ഞാൻ കമ്പനിയുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഓ, ദർശൻ പറഞ്ഞിരുന്നു കുറച്ച് സ്റ്റാഫുകൾ അവിടെ താമസിക്കുന്നുണ്ടെന്ന്. ശ്രുതിക്കൊക്കെ എങ്ങനെയാ, നല്ല സൗകര്യമുണ്ടോ? വേദിക ചോദിച്ചു. ഞങ്ങൾക്കതൊരു കൊട്ടാരമാ. ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയതാ സാറ് ഞങ്ങൾക്ക് സാധിച്ചു തന്നത്. അതിന് നിങ്ങൾ ലോൺ അടയ്ക്കുന്ന പോലെ തന്നെ മാസം അടയ്ക്കുന്നുണ്ടല്ലോ, ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ. സാറ് നിൽക്കുന്നത് കൊണ്ടാ ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയാതിരുന്നത്. വീടിൻ്റെ പേരിൽ 1 രൂപ പോലും എൻ്റെയോ അച്ഛൻ്റെയോ ശമ്പളത്തിൽ നിന്ന് സാറ് പിടിച്ചിട്ടില്ല. ബാക്കിയുള്ള സ്റ്റാഫുകളുടെ കാര്യം എനിക്കറിയില്ല. ആണോ? വീടിൻ്റെ മാത്രമല്ല, ഞങ്ങൾക്ക് ദർശൻ സാറും ദാസൻ സാറും ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങൾ വളരെ വലുതാ. ഞങ്ങൾ ശരിക്കും ഇവിടുത്തുകാരല്ല, വയനാട്ടിലാണ്. ഏട്ടന് ചെറുപ്പത്തിലെ ഹാർട്ടിനൊരു പ്രശ്നമുണ്ടായി. അന്ന് അച്ഛൻ്റെ ഒരു സുഹൃത്താ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സയ്ക്കുള്ള ഏർപ്പാടൊക്കെ ചെയ്തു തന്നത്. അവിടെയുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. ആ സുഹൃത്ത് തന്നെയാണ് അച്ഛനെ ദാസനങ്ങളുടെ ഓഫീസിൽ ജോലി ശരിയാക്കി തന്നത്. ഏട്ടൻ്റെ ഓപ്പറേഷൻ അടക്കം ഒരുപാട് കാര്യങ്ങൾക്ക് അവർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഇന്നും സഹായിക്കുന്നുമുണ്ട്. എൻ്റെ ഏട്ടൻ നോക്കി നടത്തുന്ന സൂപ്പർ മാർക്കറ്റ് പോലും അവരുടെയാ. അത്രയും നേരം വേദികയുടെ മനസ്സിൽ ദർശനോടുണ്ടായിരുന്ന ഇത്തിരി പിണക്കം പോലും അതെല്ലാം കേട്ട് മാഞ്ഞുപോയി. ഇവർ പറയുന്നതെല്ലാം കേട്ട് ദാസ് അവിടെ നിന്നിരുന്നു. ഓരോന്ന് പറയുമ്പോഴും വേദികയുടെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങളും അയാൾ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ എപ്പോൾ എത്തി മക്കളെ? സ്നേഹത്തോടെ അവർക്കടുത്ത് വന്ന് ഹരിദാസ് ചോദിച്ചു. കുറച്ചു നേരമായി അങ്കിൾ. ദർശനൊരു അത്യാവശ്യ കാര്യത്തിന് പോയി. അപ്പോൾ ഞങ്ങളുടെ കാര്യം ഇവരെ ഏൽപ്പിച്ചു. ദർശനില്ല എന്നറിഞ്ഞപ്പോൾ വേദികയോട് അവരുടെ കാര്യം സംസാരിക്കാൻ പറ്റിയ അവസരം ഇത് തന്നെയാണെന്ന് ദാസന് തോന്നി. വിരയൻ ആദ്യമായിട്ടല്ലേ ഓഫീസിലേക്ക്? വേദിക 2-3 ദിവസം ഇവിടെ വന്നിരുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. മോനൊരു കാര്യം ചെയ്യേ, സ്വാതിയുടെ കൂടെ ചെല്ല്. ആ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. സമ്മതം അറിയിച്ചുകൊണ്ട് വിരയൻ സ്വാതിയുടെ ഒപ്പം പോയി. ശ്രുതി, മാത്യു അന്വേഷിക്കുന്നുണ്ട്, അവിടെ വരെ ഒന്ന് ചെല്ല്. ഓക്കെ സാർ. മോള് വാ, അങ്കിളിന് ഒരല്പം സംസാരിക്കാനുണ്ട് മോളോട്. വേദിക ഹരിദാസിനൊപ്പം പോയി. മോൾക്ക് ദർശനെ ഇഷ്ടാണോ? മുഖവുര ഒന്നും കൂടാതെ തന്നെ ഹരിദാസ് ചോദിച്ചു. അയാളുടെ ആ ചോദ്യത്തിൽ വേദികയൊന്ന് ഞെട്ടി. മോള് പേടിക്കൊന്നും വേണ്ട, ഇതൊരു തെറ്റൊന്നുമല്ലല്ലോ. അങ്കിളിനെ മോളുടെ അച്ഛനെ പോലെ തന്നെ കണ്ട് പറഞ്ഞാൽ മതി. അതങ്കിൾ ഇഷ്ടമാണ് അല്ലേ? അതെ. ഒരു പ്രണയം തോന്നുവാൻ മാത്രമുള്ള പരിചയമൊക്കെ ആയോ? ദർശനെ പോലെ ഒരാളോട് ഇഷ്ടം തോന്നാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ അങ്കിൾ. ആദ്യത്തെ ആ പേടി ഒന്ന് മാറിയപ്പോൾ പിന്നെ അവൾക്ക് സംസാരിക്കാൻ ധൈര്യം കിട്ടി. അവനെക്കുറിച്ച് മോൾക്ക് എന്തറിയാം? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ദർശനെ പറ്റി. അപ്പോൾ തന്നെ എനിക്ക് ദർശനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ നേരിട്ട് കണ്ടതിന് ശേഷമാണ് ആ ഇഷ്ടത്തിന് നിറം മാറിയത്. മഹി പറഞ്ഞത് കൂടാതെ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്രയും നാളും അതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. പക്ഷേ ഇനി മോള് അതറിയണം. അതറിയാനുള്ള അവകാശം നിനക്കുണ്ട്. എന്താ അങ്കിൾ, എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? മോള് അഭിരാമിയെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. വലിയ താല്പര്യമില്ലാതെ വേദിക പറഞ്ഞു. ആ കുട്ടിയെക്കുറിച്ച് ഞാൻ അങ്കിളിനോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. എന്തൊരധികാരമാ ആ കുട്ടി കാണിക്കുന്നത്! ഇത്രയൊക്കെ ഫ്രീഡം എത്ര ഫ്രണ്ടിൻ്റെ മകളാണെന്ന് പറഞ്ഞാലും കൊടുക്കരുത്. അവളോട് ഈ ഓഫീസിൽ അധികാരം എടുക്കരുത് എന്ന് പറയാൻ എനിക്കാവില്ല മോളെ. എനിക്കും ദർശനും ഈ ഓഫീസിലുള്ള അതേ അധികാരം തന്നെ അവൾക്കുമുണ്ട്. അങ്കിൾ എന്തൊക്കെയായി പറയുന്നത്? അവൾ അഭിരാമി
അവൾ ദർശൻ്റെ ഭാര്യയാണ്. ഒരു നിമിഷത്തേക്ക് വേദികയ്ക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇനി താൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ എന്നറിയാൻ ദാസൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. അതേ മോളെ, അവൾ ദർശൻ്റെ ഭാര്യയാണ്. പക്ഷെ ദർശൻ. വേദികയ്ക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്കൊന്നിനും ആകുന്നുണ്ടായിരുന്നില്ല. ദേവിമോളുടെ കല്യാണം ഒരിക്കൽ മുടങ്ങിപ്പോയതിനെക്കുറിച്ച് മഹിമോളോട് പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? എപ്പോഴോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനതത്ര ഓർക്കുന്നില്ല. അന്ന് അവളെ കല്യാണം കഴിക്കാനിരുന്ന പയ്യൻ്റെ പെങ്ങളാണ് അഭിരാമി. അപ്പോൾ പിന്നെ അവളിങ്ങനെ ദർശൻ്റെ ഭാര്യ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്കിൾ. അങ്കിൾ പറയാം എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന്.